ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ ഓണം പർച്ചേസാണ് കേട്ടോ. അത് എനിക്കല്ല, എൻ്റെ ഫ്രണ്ടിനാണ്. അവൾ എന്നെ വൈകുന്നേരം ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് വാ, നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന്. പിറ്റേന്ന് അവളുടെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു ഡ്രസ്സ്. അതിനായിട്ട് ഞങ്ങൾ വന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് സിംല ടെക്സ്റ്റൈൽസിലാണ്. സിംല ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലക്കാർക്ക് ഫെമിലിയർ ആണ്. കാര്യം എല്ലാ സാധനങ്ങളും വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്നൊരു സ്ഥലമാണിത്. നല്ല ക്വാളിറ്റി ഉണ്ടാവും. സിംല ടെക്സ്റ്റൈൽസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഡ്രസ് മെറ്റീരിയൽസ് മാത്രമായിരിക്കും ഉണ്ടാവുമെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള A to Z സാധനം ഇവിടെ വളരെ ചീപ്പ് റേറ്റിന് കിട്ടും. അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ തന്നെ വളരെ ദൂരമുള്ള സ്ഥലത്തുനിന്ന് പോലും ആൾക്കാർ ഇവിടെ സാധനം മേടിക്കാൻ വരാറുണ്ട്. ഡ്രസ്സ് ഐറ്റംസ് തന്നെ പല വെറൈറ്റീസിൽ ഒത്തിരി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ എപ്പോൾ വന്നാലും മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്, എങ്ങോട്ട് പോകണം എന്നറിയാതെ. കറക്റ്റായിട്ട് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വഴി തെറ്റും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ടോപ്പിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. സെറ്റിൻ്റെ ടോപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം എടുത്തപ്പോൾ തന്നെ ഈ ഒരു ടോപ്പ് എൻ്റെ കണ്ണിൽ കുരുങ്ങി. ഞാൻ പറഞ്ഞു ഇതെടുത്ത് മാറ്റി വയ്ക്കാനായിട്ട്. അങ്ങനെ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും അടുത്ത ഓരോന്നായിട്ട് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയാൻ മറക്കല്ലേ. കണ്ടില്ലേ, ഈ ഒരു വർക്ക് വരുന്ന ഡിഫറെൻറ്റ് മോഡൽസാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് മാറ്റി വെച്ചതാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ച ഓരോ ടോപ്പും ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ടോപ്പിനോടാണ് കൂടുതൽ പ്രിയം തോന്നിയത്. അങ്ങനെ ഫൈനലി അത് തന്നെ ഞങ്ങൾ എടുത്തു. പിന്നെ അവൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇടാമല്ലോ, അത് മെയിൻ ഒരു കാര്യം. അങ്ങനെ ഞങ്ങളത് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ അവരുടെ സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. ഷോപ്പിനകത്ത് തന്നെയാണുള്ളത്. അങ്ങനെ അത് കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞങ്ങൾ തൊട്ട് താഴേക്കാണ് വന്നത്. ഷോപ്പിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ബംഗാളി ചേട്ടൻ കുറച്ച് കമ്മൽ വയ്ക്കുന്നുണ്ടായിരുന്നു. അവിടെ പ്രതീക്ഷിച്ചതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കച്ചവടം നടത്തിയത്. ആ ഷോപ്പിനകത്തോട്ട് തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞതേയില്ല. വീട്ടിൽ നിന്നും വിളിയൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ കമ്മലാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.